നെയ്യാർ ഡാമിലെ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഇന്നത്തെ യാത്ര. കഴിഞ്ഞ വീഡിയോയിലെ നെയ്യാർ ഡാം കാഴ്ചകൾ കാണാത്തവർക്ക് ഡാം സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവേശന ഫീസ് 30 രൂപയാണ്. രാവിലെ 9 മണി മുതൽ 4 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. നെയ്യാർ ഡാമിലെ മറ്റൊരു പ്രധാന ആകർഷണമാണിത്. മുതലകളെ സംരക്ഷിക്കാനും പരിപാലിക്കാനുമായി പ്രവർത്തിക്കുന്നു. ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെന്റർ 1977 ആരംഭിച്ചത്. 2007 ഇത് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്ററായി വികസിപ്പിച്ചു. ഇന്ന് കേരളത്തിലെ പ്രധാന മുതല സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടത് ഒരു മൂർഖൻ പാമ്പിനെയാണ്. അടുത്തുതന്നെ 25 വയസ്സുള്ള കടൽ ക്രോക്കഡൈലും 2-3 വയസ്സായ മുതലകളെയും കാണാൻ സാധിക്കും. ചെറു കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമുള്ള മുതലകൾ വരെ ഇവിടെയുണ്ട്. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള ഇവ മണിക്കൂറുകളോളം അനങ്ങാതെ കിടക്കും. ശക്തമായ താടിയും മൂർച്ചയുള്ള പല്ലുകളുമാണ് ഇവയുടെ പ്രത്യേകത. ഇവിടെ ഞങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മുതലകൾ മണിക്കൂറുകളോളം വായ തുറന്നു കിടക്കുന്നു. കാരണം മുതലകൾക്ക് മനുഷ്യരെ പോലെ വിയർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ ഇവ വായ തുറന്നു കിടക്കും. ഇതിനെ ഗേപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. നായകൾ കിതയ്ക്കുന്നത് പോലെ മുതലകൾക്ക് ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാനുള്ള ഒരു സ്വാഭാവിക രീതിയാണിത്. റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മുന്നിലായി ഒരു വനശ്രീ ഷോപ്പും കഫേയും കാണാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ അരുവിക്കര ഡാമിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.